തൃശ്ശൂരുകാരുടെ സ്വന്തം പരിപ്പ് കുത്തി കാച്ചിയത്, കൂടെ ഒരണക്കമീൻ വറുത്തതും പിന്നെ ആ ഗുഡ് ഓൾഡ് ഫാഷൻഡ് ഉള്ളിയും മുളകും ചതച്ചതും കൂടി ഉണ്ടെങ്കിൽ ആഹാ പറയണ്ട എന്തോരം ചോറുണ്ടെന്ന്. നല്ല ചൂട് ചോറിലേക്ക് പരിപ്പ് കുത്തി കാച്ചിയത് ഒഴിച്ച് ഇങ്ങനെ കുഴച്ചു കൂട്ടി ഒരു ഉണക്കമുള്ളിൻ വറുത്തതിൻ്റെ ഒരു കഷ്ണവും പിന്നെ ആ ചമ്മന്തിയും കൂട്ടിയിട്ട് ഒന്ന് കുഴച്ച് ഒരു ഉരുളയൊക്കെ പിടിച്ച് കഴിക്കണം. അപ്പം നമുക്ക് മെയിൻ പരിപാടിയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടിയിട്ട് നന്നായിട്ട് ചതച്ചെടുക്കണം. കുറേ ഉള്ളിയും വെളുത്തുള്ളിയൊന്നും വേണ്ട കേട്ടോ, കുറച്ച് ഇതുപോലെ ഒന്ന് കുത്തി ചതച്ചെടുക്കാം. ഇനി ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഈ ചതച്ച് വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പിലൊക്കെ ഇട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിക്കാം കേട്ടോ. നന്നായിട്ട് മൂത്ത് വരട്ടെ. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ചതച്ച മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് പരിപ്പ്, മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ നമ്മുടെ കറി റെഡിയാവും. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ.